ഓഗസ്റ്റ് 26 ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ വിശുദ്ധ മറിയം. 1846 കത്തോലിക്കരായ ഒരു ദരിദ്ര കുടുംബത്തിലാണ് മറിയം ജനിച്ചത്. 3 വയസ്സുള്ളപ്പോൾ പകർച്ചവ്യാധി മൂലം അവളും അവളുടെ ഇളയ സഹോദരനും അനാഥരായി. ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ഒരു അമ്മാവൻ്റെ സംരക്ഷണയിലാണ് വളർന്നത്. മറിയത്തിന് ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചില്ല. അവളുടെ ജീവിതകാലം മുഴുവൻ വായിക്കുവാൻ കഴിഞ്ഞില്ല. തൻ്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കാനാണ് ദൈവം വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയ അവൾ നിശ്ചയിച്ച വിവാഹത്തിൽ ഏർപ്പെടാൻ ദൃഢമായി വിസമ്മതിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ വീട്ടുജോലി ചെയ്ത് ജീവിച്ചു. 1865 സിസ്റ്റേഴ്സ് ഓഫ് കമ്പാഷനിൽ ചേർന്നു. അസുഖം മൂലം അവിടെ തുടരാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി സിസ്റ്റേഴ്സ് ഓഫ് ദ അപ്പാരിഷൻ ഓഫ് സെൻറ്റ് ജോസഫിലേക്ക് അവളെ സ്വീകരിച്ചു. എന്നാൽ 2 വർഷം കഴിഞ്ഞപ്പോൾ അവൾ ആ ജീവിതത്തിന് അനുയോജ്യമല്ലെന്ന് വിധിച്ചു. ഒടുവിൽ 1867 ജൂൺ 14 പാവുവിലെ ഡിസ്കാൾഡ് കർമ്മലീറ്റുകളിൽ പ്രവേശിച്ചു. 1870 ഓഗസ്റ്റ് 21 ഒരു തുടക്കക്കാരിയായിരുന്നപ്പോൾ മംഗലാപുരത്ത് സ്ഥാപിതമായ ഒരു പുതിയ കാർമലിൽ ചേരാൻ അവർ ഇന്ത്യയിലേക്ക് പോയി. അവൾ തൻ്റെ മതപരമായ തൊഴിൽ ചെയ്തു. 1 വർഷത്തിനു ശേഷം അവളെ തിരികെ പാവുവിലേക്ക് വിളിച്ചു. 1875 പാലസ്തീനയിലെ ആദ്യത്തെ കാർമൽ എന്ന പുതിയ അടിത്തറ പാകുന്നതിനായി അവളെ വിശുദ്ധ ഭൂമിയിലേക്ക് അയച്ചു. അവൾ ബത്ലഹേമിൽ ഒരു ആശ്രമം പണിയുകയും നസ്രത്തിൽ മറ്റൊന്ന് ആസൂത്രണം ചെയ്യുകയും ചെയ്തു. അവൾ ജീവിതകാലത്ത് ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ വിശുദ്ധ മറിയം അപാരമായ വിശുദ്ധിയെ പ്രായോഗികതയുടെ ബോധവുമായി സംയോജിപ്പിച്ചതിന് അറിയപ്പെടുന്നു. അവൾ അമാനുഷിക വരങ്ങളുള്ളവളായി കണക്കാക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിനോടുള്ള അവളുടെ ഭക്തി ശ്രദ്ധേയമായിരുന്നു. 1878 ഓഗസ്റ്റ് 26 ബത്ലഹേമിൽ വെച്ച് ഒരു വീഴ്ചയെ തുടർന്നുണ്ടായ ഒടിവിന് ശേഷമുണ്ടായ അർബുദത്തെ തുടർന്ന് മരിച്ചു. 1983 നവംബർ 13 ജോൺ പോൾ II മാർപ്പാപ്പ അവളെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയും 2015 മെയ് 17 വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തു.